അപ്പോൾ ഇന്ന് നമുക്കേ നല്ലൊരു അടിപൊളി പഴംപൊരി റെഡിയാക്കി എടുത്താലോ. നല്ല വീർത്ത് പൊള്ളച്ച് വരുന്ന പഴംപൊരി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. ഇത് 1 കപ്പ് വറുത്ത അരിപ്പൊടി, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കയ്യിൽ പഞ്ചസാരയും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരല്പം ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, കാരണം നമ്മൾ കളറാണ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം ഉപ്പ്, ഇതിലേക്ക് ഒരല്പം തൈര്. ഇനി നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ പഴംപൊരിക്ക് കലക്കിയെടുക്കുന്ന ആ രീതിയിൽ കലക്കിയെടുക്കുക. ഒരു പിഞ്ചളവിൽ ബേക്കിംഗ് സോഡ പൊടിയും കൂടി ചേർക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് കരിഞ്ജീരകം അല്ലെങ്കിൽ കറുത്ത എള്ള് ചേർത്തെടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസ്ക് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൈ വെച്ചിട്ട് കലക്കിയെടുക്കുന്നത്. നമുക്ക് വെള്ളത്തിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ച് കലക്കിയെടുക്കുമ്പോഴാണ് അറിയാൻ പറ്റട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരു വിസ്ക് വെച്ചിട്ട് കലക്കിയെടുത്താലും മതിയാവും. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ സാധാരണ പഴംപൊരിക്ക് എങ്ങനെയാണോ മാവ് റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കുക. ഇതാ ഞാനിവിടെ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ കലക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ പഴം നമ്മുടെ മാവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല പോലെ മാവ് പഴത്തിൽ പറ്റിയിരിക്കണം. നമുക്കിങ്ങനെ കൈകൊണ്ട് കോരി എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. നമുക്ക് പഴം ഇതാ ഞാൻ 4 പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്കിതേപോലെ തിന്നായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരു പഴം 4 എണ്ണമായിട്ടും മുറിച്ചെടുക്കാം, അതെല്ലാം 3 എണ്ണമായിട്ടും മുറിച്ചെടുക്കാം. മാവ് നല്ല കനത്തിലാണെങ്കിൽ നമുക്ക് ഒരു പഴം 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. മുറിയാതെ ശ്രദ്ധിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അല്ലേ, ഞാനിവിടെ 4 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പഴം നമുക്ക് ഇതേപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പഴം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കി എണ്ണ ചൂടാക്കി എടുക്കാം. എണ്ണ നല്ല പോലെ പൊന്തി വരുള്ളൂ. സാധാരണ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു പഴംപൊരിയുടെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടും. ഞാനൊരു 3 എണ്ണം വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. കണ്ടില്ലേ, നല്ല പോലെ പൊന്തി വരുന്നത് കണ്ടില്ലേ. നമുക്കൊരു വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ തൈര്, 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ച് പൊന്തി വരുന്ന പഴംപൊരി റെഡിയാക്കി എടുക്കാം കേട്ടോ. നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെച്ചിട്ടില്ല. നമ്മൾ റെഡിയാക്കി ഉടനെ തന്നെ പഴം പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരിയുടെ സെറ്റായി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം കേട്ടോ. എണ്ണ നല്ല ചൂട് വേണം, അപ്പോഴാണ് നമ്മുടെ പഴംപൊരി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് സെറ്റായിട്ട് വരുള്ളൂ. തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിതിൻ്റെ കൂടെ കുറച്ച് ഈത്തപ്പഴം നമ്മൾ ഈ ഒരു മാവിൽ തന്നെ കുരുവൊക്കെ കളഞ്ഞ് മുക്കിയെടുത്തിട്ട് പൊരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നട്ട്സ് വേണ്ടവർക്ക് നട്ട്സ് വെച്ചിട്ട് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നട്ട്സ് ഒന്നും വെക്കുന്നില്ല. സാധാരണ നമ്മൾ ഈത്തപ്പഴം കുരു കളഞ്ഞ്
മാവിൽ മുക്കി പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ. മാവ് കലക്കിയ ഉടനെ തന്നെ നമ്മൾ പഴംപൊരി പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഞാനൊരു പിടിയോളം കുരു കളഞ്ഞ് കഴുകി എടുത്തിട്ടുള്ള ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് പഴംപൊരി അതേപോലെ തന്നെ നമ്മുടെ ഈത്തപ്പഴം പൊരിച്ചത് കേട്ടോ. നല്ല കിഡിലനായിട്ടല്ലേ. നമ്മുടെ ഈ ഒരു മഴ സമയത്തൊക്കെ നല്ല ചൂട് എണ്ണക്കടി കഴിക്കാൻ ഒത്തിരി ആഗ്രഹമുള്ളവരുണ്ട് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിലും അതേ സ്റ്റൈലിലും അതേ രുചിയിലും തന്നെ നമുക്കിത് വീട്ടിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കോരി മാറ്റി. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഈത്തപ്പഴം കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇത് പൊന്തി വന്നിട്ടുണ്ട്. ആ ഒരു മാവ് നമ്മൾ കലക്കി എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാണ്ട് തന്നെ ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടല്ലോ, നല്ല മഴയല്ലേ. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് വൈകിട്ടുള്ള ചൂട് കട്ടൻ ചായയുടെ കൂടെ കിഡിലനായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി തട്ടുകട സ്റ്റൈല് പഴംപൊരിയോടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പഴംപൊരി ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയാവാത്തവരും ഫ്ലോപ്പ് ആവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിട്ടോ. അടിപൊളിയായിരിക്കും, ഒട്ടും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.